ഔട്ട്ഡോർ സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ നോ റെസ്റ്റ് വർക്കൗട്ടാണ് ചെയ്യണത്. അതായത് ഇൻ ബിറ്റ്വീൻ നമുക്ക് വേറെ റെസ്റ്റുകളൊന്നുമില്ല. ഒരു ചെറിയൊരു വാട്ടർ ബ്രേക്ക് മാത്രമേ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുള്ളൂ. ബാക്കി കണ്ടിന്യൂസ് നമ്മുടെ വർക്കൗട്ടുകളാണ്. 30 സെക്കൻഡ് ആയിട്ടാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാണ്. അപ്പോൾ മറ്റു ലാഗില്ലാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ബേസിക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, വാമപ്പ് സ്ട്രെച്ച്. അപ്പോൾ നമുക്ക് വാം സ്ട്രെച്ചിലോട്ട് കയറാം. 1 ഡൗൺ, താഴ്ത്ത്, 2 3. ഇനി നമുക്ക് സൈഡ് ടു സൈഡ് ചെയ്യാം. 1 2 3 4 5 6. അടുത്ത നമ്മുടെ ചെസ്റ്റ് സ്ട്രെച്ചാണ്. നമ്മുടെ ചെസ്റ്റിനുള്ള സ്ട്രെച്ചാണ്. ജസ്റ്റ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക 10 വരെ. 3 4 5 6 7 8 9 10. അതിൻ്റെ നമ്മുടെ ഡൗൺ സ്ട്രെച്ചാണ്. ഇത് നമ്മുടെ കാലിനും നമ്മുടെ ലോവർ ബോഡിക്ക് കിട്ടുന്ന സ്ട്രെച്ചാണ്. അപ്പോൾ ആദ്യം ഫ്രണ്ട് ഇതുപോലെ നമ്മൾ 5 ചെയ്യും. 1 1 1 1 2 2 2 2 3 3 3 3 4 4 4 4 5 5 5 5. എന്നിട്ട് നമുക്ക് നീ ഡ്രൈവ് ചെയ്യാം. ഇതും നമ്മുടെ കാലിനെ കിട്ടുന്ന നല്ല സ്ട്രെച്ചായി. ജസ്റ്റ് ഈ കാല് ഫോർവേഡ് വെക്കുക. 1 2 3 4 5. നമ്മൾ അടുത്താലേക്ക് വെക്കുക. 1 2 3 4 5. നമ്മൾ അടുത്ത ലഞ്ചസാണ്, ഫോർവേഡ് ലഞ്ചസ്.
നമ്മൾ ചെറിയൊരു വാട്ടർ ബ്രേക്ക് എടുക്കുകയാണ്. വാട്ടർ ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയിൽ വേറെ നമുക്ക് ബ്രേക്കായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് നമ്മൾ എടുക്കണില്ല. അടുത്ത നമ്മുടെ വർക്കൗട്ട് ക്രഞ്ചസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോപ്പ് സ്കോട്ടാണ് ചെയ്യണത്. ഇനിയെല്ലാം ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് വർക്കൗട്ടാണ്. അപ്പോൾ ക്രഞ്ചസ് നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുന്നത്. നീഡ് ലെഫ്റ്റാണിത്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ഇവിടെ കഴിഞ്ഞ് നമുക്കൊരു കൂൾ ഡൗണും കൂടി ചെയ്യാം. പക്ഷേ 10 കൗണ്ട് നമ്മൾ എണ്ണിയാൽ മതി. കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അപ്പ് ചെയ്യുക. നമ്മുടെ കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ആണ് വേണ്ടത്. കാല് പൊക്കുകയാണ്. 1 2 3 4 5 6 7 8 9
10. അതുകൊണ്ട് ഹാൻഡ് സ്ട്രെച്ചാണ്. ജസ്റ്റ് നമ്മുടെ റൈറ്റ് ടൈം മുമ്പിലോട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ബോഡി മൊത്തം അങ്ങോട്ട് തിരിക്കണ്ട, കൈ മാത്രം. ഇതൊരു 5 കൗണ്ട് എണ്ണിയാൽ മതി. 1 2 3 4 5. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഹാൻഡാണ് വെക്കുക. അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് വെക്കുക. 1 2 3 4 5. അടുത്ത നമ്മുടെ കോബ്ര പോസാണ്. ജസ്റ്റ് കിടക്കുക. നമ്മുടെ തം ഫിംഗർ നമ്മുടെ ചെസ്റ്റിൻ്റെ ഏകദേശം നടുഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നിപ്പിൾ ഏരിയയിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ച് മാത്രം പുഷ് ചെയ്ത് നമ്മൾ എണീക്കുക. 1 2 3 4 5. താഴത്തോട്ട് വരിക. നമ്മുടെ നടു പൊങ്ങി മേലോട്ട് പോരുത്. എന്നിട്ട് ഇനിയും നമ്മൾ അതുപോലെ ചെയ്യാം. 1 2 3 4 5. താഴത്തോട്ട് വരിക. നമ്മുടെ നടുവിന് കിട്ടുന്ന നല്ല സ്ട്രെച്ചാണ് കോബ്ര. പിന്നെ അപ്പ് ചെയ്യാം. 1 2 3 4 5. കോബ്ര സ്ട്രെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്ട്രെച്ച് ലൈയിങ് ലെഗ് റേസ് സ്ട്രെച്ചാണ്. അതായത് നമ്മൾ കിടന്നിട്ട് നമ്മുടെ നീസ് നമ്മുടെ ചെസ്റ്റിനോട് മാക്സിമം അടുപ്പിക്കുക. അതുപോലെ നമുക്ക് 5 കൗണ്ട് വെച്ചിട്ട് 2 കാൽമേൽ ചെയ്യാവുന്നതാണ്. 1 2 3 4 5. ഓപ്പോസിറ്റ് ലെഗ് കൊണ്ടുവരാം. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് സെഷൻ ഇവിടെ അവസാനിച്ച്. നമ്മളിന്ന് വാം സ്ട്രെച്ച് ചെയ്ത് നമ്മൾ 14 സെറ്റ് വർക്കൗട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കൂൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ പറയണ പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ലാഗില്ലാണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.